ലഹരിയുടെ പുതുവഴികൾ തേടി വിദ്യാർത്ഥി സമൂഹം. ബോധവൽക്കരണങ്ങൾ നടക്കുമ്പോഴും എന്തേ ഇങ്ങനെ? ജനങ്ങളിലൂടെ. സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം വളരെ കൂടിക്കൊണ്ടുവരികയാണ്. ദിവസവും MDMA പോലുള്ള വലിയ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുക. എന്താണ് ഇതിന് കാരണം? കാരണം എന്ന് പറയുമ്പം ഇത് എല്ലാവരും യൂസ് ചെയ്ത് അത് ഒരാൾ തന്നെ വീണ്ടും അത് വലിയൊരു നെറ്റ്വർക്ക് പോലെയാണ്. അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്ത് വലിയ മാഫിയ ആയി കഴിയുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് ഒരാൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് വ്യാപിക്കാതിരിക്കാൻ ശ്രമിക്കാം. സർക്കാരുകൾ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ പോലീസ് തന്നെ പുതിയ MDMA കണ്ടുപിടിക്കാനുള്ള മണമില്ലാതെ കണ്ടുപിടിക്കാൻ പുതിയ കണ്ടുപിടിച്ചു, എന്നിട്ടും ഇപ്പൊ കൂടി വരുവാണ്. അപ്പൊ ഇത് ഇത്രയും ബോധവൽക്കരണവും സർക്കാർ ഇത്രയും സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടും ഇത് ഉപയോഗവും വിൽപ്പനയും അത് വളരെ എന്താണ് ഇതിന് പോംവഴി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആഴത്തിൽ ഇറങ്ങി ഇതിൽ പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഉപയോഗം വരത്തുള്ളൂ. പുതിയ തലമുറ ഇതിനകത്ത് അഡിക്റ്റഡ് ആയി പോകുന്നുണ്ട്. എല്ലാവരും അഡിക്റ്റഡ് ആയി പോകുന്നുണ്ട്. ഇപ്പം എത്ര വലിയ ഇതുണ്ടെന്ന് പറഞ്ഞാലും കുട്ടികളുടെ ഇടയിലും കോളേജിലും എല്ലാം നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട്. കൂടുതലുമായി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വലിയൊരു ശേഖരം പിടികൂടപ്പെട്ടു. എങ്കിലും വീണ്ടും ഇത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതെന്ന് പറയുമ്പം ഇത് വിൽക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും, പൈസ കിട്ടും. അങ്ങനെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഇത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ തന്നെ ഇതിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. നെറ്റ്വർക്ക് വളരെ വലുതായതുകൊണ്ട് ഉറവിടം ഭയങ്കര പാടായിരിക്കും. എന്തു പറയുന്നു? ലഹരിക്കെതിരെ വൻ ക്യാമ്പയിനും സർക്കാർ തലത്തിലും ഉദ്യോഗ തലത്തിലൊക്കെ കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കപ്പെടുമ്പോഴും ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ ഇത് കണ്ടെത്താനാകാതെ പോകുന്നത് അനവധിയുണ്ട്. കൂടുതൽ ഇതിന് അഡിക്റ്റഡ് ആവുന്നത് വിദ്യാർത്ഥി സമൂഹമാണ്. എന്താണ് ഇതിന് പോംവഴി? വിദ്യാർത്ഥികളെ ചെറിയ പ്രായം മുതൽ ഫ്രം ദ ഫാമിലി ഓൺവേർഡ്സ് അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ്. പിന്നെ പാരൻസ് നല്ല സപ്പോർട്ടീവ് ആയിരിക്കണം, അത് പിയർ ഗ്രൂപ്പും നല്ല സപ്പോർട്ടീവ് ആയിരിക്കണം. അപ്പോൾ അവെയർനെസ് എല്ലാ മേഖലകളിലും കൊടുക്കണം, ഫാമിലിയിലും ആസ് വെൽ എസ് നമ്മുടെ സ്റ്റുഡൻറ് ഗ്രൂപ്പുകളിലും. ടീച്ചേഴ്സും അവരുടെ ടാലൻസിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് ശ്രദ്ധ ഡൈവേർട്ട് ആവാതെ. അവയർനെസ് ശരിക്കും സ്കൂൾ തലത്തിലും അല്ലാതെയും സർക്കാർ തലത്തിലും ഒക്കെ അവയർനെസ് കൂടുതലാണ് ഇപ്പോഴും. പക്ഷെ ആ അവയർനെസ് ഒരു സൈഡ് അല്ല, മറ്റൊരു സൈഡ് ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ ഉപഭോഗത്തിന്റെ വർധനവ് ഒരു സൈഡ്. അഡിക്ഷൻ വരാതെ നോക്കാന്നുള്ളതാണ് മെയിൻ തിങ്. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രിവെന്റ് ചെയ്യേണ്ട മെഷേഴ്സ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക, കൂടുതൽ കണ്ടെത്താന്നുള്ളതാണ്. അഡിക്ഷൻ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ആ കുട്ടീനെ മാറിപ്പോവാനുള്ള മെത്തേഡ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയാൽ ബെറ്റർ ആയിരിക്കും. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ ഉറവിടം കണ്ടെത്തി ഇതിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അതെന്തായിരിക്കും കാര്യം? അത് ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ അത് ഓൾറെഡി നെറ്റ്വർക്ക് പോലെ സ്പ്രെഡായി കഴിഞ്ഞല്ലോ. അപ്പം ഇനി ഒരാളെ നമ്മൾ ഫോക്കസ് ചെയ്താലും അതിൻ്റെ മാസ്റ്റർ വീണ്ടും ഉണ്ടാവായിരിക്കാം. അങ്ങനെ ആയിരിക്കും അതിൻ്റെ ആ നെറ്റ്വർക്ക്. അപ്പം അത് ഭയങ്കര സ്ട്രെങ്തേൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉറവിടം തേടി ചെല്ലുമ്പോൾ നമ്മൾ പോയി എത്തി നിൽക്കുന്നത് വമ്പന്മാരുടെ ഇടയിലേക്കാണ്. അവരെ പ്രിവെന്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതും ആയിരിക്കാം കാരണം. ലഹരിയുടെ ഉപയോഗം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും സർക്കാരും ഏജൻസികളുമൊക്കെ ഇതിനെതിരെ വലിയൊരു ക്യാമ്പയിന് നടത്തുന്നുണ്ട്. എന്താണ് ഇതൊക്കെ വിജയിക്കാതെ പോകുന്നത്? അത് ലഹരിയുടെ ഒരു ശിക്ഷ പോരാ, അതാണ് അതിന്റെ. പിടിക്കപ്പെടുന്നവരുടെ ശിക്ഷ പോരാ. വർദ്ധിപ്പിച്ചാൽ ഇതെല്ലാം നിൽക്കും. വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. വലിയൊരു സമൂഹം ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കും. വിദ്യാർത്ഥികളെ ഇപ്പോൾ കോളേജും അല്ലെങ്കിൽ സ്കൂളൊക്കെ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ഒരു നിരീക്ഷണം എപ്പോഴും നല്ലതാണ്. നിരീക്ഷണം നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അതിന്റെ ഈ നിരീക്ഷിക്കുന്നവർ ഇതിനെ പങ്കാളിയാണോ സംശയിക്കേണ്ടത്. അവരിതിനകത്ത് കാര്യമായ നിരീക്ഷണം നടക്കുന്നില്ലെന്നാണോ? നിരീക്ഷണം ശക്തമാണെങ്കിൽ ഇത് ഒഴിവാകും. സർക്കാർ ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സർക്കാർ ചെയ്യാനുള്ളതാണ് നിരീക്ഷിച്ച് തെറ്റുകാരെ കണ്ടെത്തുക, ശക്തമായ ശിക്ഷ കൊടുക്കുക. എങ്കിൽ മാത്രമേ. ഒരു സ്ഥലത്ത് സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നും പറയപ്പെടുന്നുണ്ട്. പ്രോത്സാഹനം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പ്രോത്സാഹനം നടക്കുന്നത് ലഹരിയുടെ മദ്യത്തിന്റെ
പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചെറിയ IT മേഖലയിലൊക്കെ മദ്യം വിതരണം ചെയ്യുന്നത് അതൊക്കെ നല്ല കാര്യമായിട്ട്. അതിപ്പോ ഈ സ്കൂൾ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന സംശയം. IT മേഖലയിൽ കൊടുത്തു ഹൈസ്കൂൾ തലത്തിലേക്ക് വരുമോ? അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് ടെൻഷൻ കൂടുതലാണല്ലോ, IT-കാർക്ക് ടെൻഷൻ കൂടുതലാന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇപ്പൊ ഏർപ്പെടുന്നത്. അതിനേക്കാൾ കൂടുതൽ ടെൻഷനാ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഇത് വിതരണം ചെയ്യുന്ന സംശയമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഈ ഇവരുടെ ഇതിനെതിരായ ബോധവൽക്കരണം കൊണ്ട് കാര്യമുണ്ടോ? അതെ, ഇതിപ്പോ ഇത് നിയന്ത്രിക്കുന്നവരെ ശരിക്കും ബോധവൽക്കരിക്കുന്നത്, അവരെയാണ് ബോധവൽക്കുന്നത്. ഡ്രൈ ഡേ നിർത്താൻ പോകുന്ന ഒരു നീക്കമുണ്ട്. 1-ാം തീയതിയിൽ ഡ്രൈ ഡേ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീക്കമാണ് ഏറ്റവും പ്രധാനം സർക്കാരിന്. അങ്ങനെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കിയാൽ മതിയെന്നാണ്. വരുമാനമാണ്. അപ്പൊ ട്രൈഡേ 1-ാം തീയതി നീക്കം ചെയ്തുകൊണ്ട് കാര്യമില്ല. 1-ാം തീയതി യഥാർത്ഥത്തിൽ എല്ലാവർക്കും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നുണ്ടോ? ശമ്പളം കൃത്യമായിട്ട് 1-ാം തീയതി കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈഡേ 1-ാം തീയതി ആക്കിയോണ്ട് കാര്യമുള്ളൂ. മൊത്തം ശമ്പളം 1-ാം തീയതി കിട്ടുന്നില്ല, ഡ്രൈ ഡേ 1-ാം തീയതി. ഡ്രഗ് അഡിക്റ്റ് പിള്ളേരിലെയും നിറയെ വന്നിട്ടിരിക്കും. സ്കൂൾ തലത്തിലെയും ட்ரக்குக்கு குட்டிகள் மக்கள் அடிக்ட் ஆகிட்டு என்ன எனக்கு பிரதிநிதி? அதாவது இப்போ தமிழ்நாடு கேரளா மட்டும் இல்லை, எல்லா மாநிலங்களையுமே இந்த போதை பழக்கம் சின்ன பிள்ளைங்க ஸ்கூல் பிள்ளைங்கள்லேருந்து எல்லாத்துக்கும் வந்துருச்சு. ஸ்கூலில் வந்து இந்த கூலிப்புங்கிற பொருள் வந்து பிள்ளைங்க வாயில் வச்சு அதனால வாயில் கேன்சர், இந்த பக்கம் ஃபுல்லும் கேன்சர் ஆகுது. இது நம்ம எவ்வளோ தான் வந்து ஸ்கூலில் வந்து சாரு எல்லாருமே பிடி சாரு எல்லாருமே வந்து அதை பார்த்தாலும் கண்டுபிடிச்சாலும் பிள்ளைங்களை வந்து திருத்த முடியலை. எங்கிட்டோ யார் மூலியமோ பிள்ளைங்க வாங்கி அதை சாப்பிட தான் செய்கிறாங்க. ஒன்று யாரு கொண்டு ஸ்கூலில் எத்திக்கிறாங்க பார்க்கறதுக்கு என்னெങ്കിലും வழி? அங்கே ஸ்கூலில் இருக்க பசங்க வந்து வெளியிலேருந்து தான் வாங்கிட்டு வர்றாங்க. ஸ்கூலில் நம்ம தப்பு சொல்ல முடியாது, வெளியேருந்து வாங்கிட்டு வந்து அப்போ அது யாருக்கு வந்து கிடைக்குது, அதை யார் சப்ளை பண்ணுறாங்களோ அவங்கள பிடிச்சி அரசாங்கம் கண்டிச்சாதான் பிள்ளைங்க, அதாவது அடுத்த தலைமுறையை வந்து நம்ம காப்பாற்ற முடியும். இன்றைக்கி பிள்ளைங்க வந்து அழிவு பாதையில் வந்து போய்கிட்டு இருக்காங்க. பிள்ளைங்களை காப்பாற்றணும்னா இதை வந்து அதாவது தண்டனை வந்து கடுமையாக இருந்தால் தான் பிள்ளைகளை பாதுகாக்க முடியும். கடுமையான தண்டனை இப்போ இல்லைன்னு சொல்லலையா? இல்லைன்னு சொல்லலை சார், இன்னும் கொஞ்சம் அதிகரிக்கணும். ஏன் அதை விற்கிறவங்களை வந்து இவங்களால வந்து பிடிக்க முடியாதா? இவங்களுக்கு தெரியாதா? ஏன் அதை விற்க விடுறாங்க? இன்னைக்கு வந்து சிகரெட்டு போதைப் பொருள் எதுவுமே விற்கக்கூடாது. அதாவது அரசாங்கமே அதுக்கு வந்து ஒரு பக்கம் வந்து கையெழுத்து போட்டு அதை வெளியிடுது, ஒரு பக்கம் மருத்துவத்துக்கு கேன்சர் வந்துட்டா போய் அதுக்கு இது பண்ணுது. அதை ஏன் அதை வந்து வரவிடாமே பண்ணலாமே? இவங்க அதை தடுத்துட்டாங்களா? இல்லை நம்ம பிள்ளைகளை வந்து நம்ம காப்பாற்றிடலாமே? இப்போ அரசாங்கம் இது தடுக்கிறதுக்கு வேண்டி ஒன்றுமே செய்யங்கல்ல, அதனால தானே இது. அதாவது வெளித்தோற்றத்தில் அவங்க செஞ்ச மாதிரி காட்டுறாங்க. ஆனால் இன்றைக்கும் பார்த்தீங்கன்னா ஒவ்வொரு வீட்லேயும் இன்றைக்கி நிறையா பேர் வந்து ட்ரிங்க்ஸ் சாப்பிட்றாங்க. அதனால் அவங்க ஒய்ஃபு பிள்ளைங்க எல்லாருமே பாதிக்கப்படுறாங்க. இப்போ அப்பா வந்து தவறான பாதையில் போகும்போது அவர் மகனை கண்டிக்க முடியலை, பையனை கண்டிக்க முடியலை. ஏன்னா பையன் அடுத்து ஒரு போதை பழக்கத்தை அவன் போகிறான். அப்போ ஒரு வாழ்க்கையில் வந்து ஒரு முறையான இது இருக்க முடியலை. அப்போ சட்டம் வந்து அதை வந்து ஏன் போதைப் பொருள் இல்லாமல் நம்ம வந்து கொண்டு வர முடியாதா? இதுக்கு முன்னாடி இந்த சமுதாயம்லாம் அப்படி இல்லையா? போதையோடையா இருந்தாங்க எல்லாருமே, போதை இல்லாமல் வைக்கணும்ல. அது இவங்க தான் சட்டத்தை வந்து கடுமையாக இது பண்ணணும். தண்டனை கடுமையாக இருந்தால் தான் தவறுகள் நடக்காது. தண்டனை கடுமையாக இருக்கணும். கடுமை இல்லை இப்போ இல்லை, அதனால தான் தப்பு செஞ்சுட்டு அவங்க பாட்டுக்கு அடுத்து போய் விற்க தானே போகிறாங்க. நேற்று பிடிச்சிருப்பாங்க, அடுத்து போய் விற்க தானே போகிறாங்க, இறக்கி விடுவாங்க. அவன் மீண்டும் அவன் கச்சவடத்துல போகிறான். ஆமாம், அவன் இல்லாட்டினா அடுத்த ஆள். இன்னைக்கு இவன் 10 ரூபாய், அதாவது 10 பொருள் விற்றானா இவன் வந்து மாட்டிக்கிட்டானா அடுத்த 20 பொருள் விற்பான், அவ்வளோதான். ஆனால் எங்கிட்ட வந்து விற்பனை ஆகிட்டே இருக்கு. கொஞ்சம் கூட எக்ஸ்பீரியன்ஸ் ஆகிட்டான். ஆமாம், பயம் இல்லைல்ல சார், அவங்க ரொம்ப கண்டிக்கிறாங்கங்கிற பயம் தான் சார். அவங்க வந்து போலீஸுக்கு பயப்படணும். அதுக்காக போலீஸை நான் தப்பு சொல்லலை. அவங்க இன்னமும் கொஞ்சம் கண்டிஷனாக இது பண்ணாங்கன்னா அடுத்த தலைமுறைகளை காப்பாற்றலாம். இன்றைக்கி எந்த போலீஸ் வந்து இது பண்ணுறாங்க, நாளைக்கு அவங்க பிள்ளைங்களும் ஸ்கூலில் அப்படி தான் செய்வாங்க. அவங்க பிள்ளைகளுக்கு இந்த நோய் வரத்தானே செய்யும். அவங்க இன்றைக்கி வாங்கிக்கிட்டு அவனை விட்டுட்டாங்கன்னா அவன் தப்பிச்சு போயிடுவான். ஆனால் அடுத்து அவருடைய பிள்ளை பாதிக்கப்படும் போது தான் எங்கேயோ தப்பு நடந்திருக்குங்கிறது தெரியும்ல. இது அவங்களுக்கு மட்டுமா, அரசியல்வாதிக்கு மட்டுமா? எல்லாம் முடிஞ்சிடும். எல்லாத்தையும் ஒழிக்கணும் சார். அடுத்த ஜென்ரேஷனை நம்ம காப்பாற்றணும். அதுதான் போதைப் பொருளை வந்து நம்ம அறவே வந்து ஒழிச்சிடணும். നമ്മുടെ സ്കൂളുകളിലും കുട്ടികളുടെ ഇടയിൽ ലഹരിയുടെ വർധനവ് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്താൻ എന്താണ് പോകുമ്പോൾ?
ഓരോ ദിവസവും ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കുട്ടികളല്ലേ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോ വളരുന്ന സാഹചര്യം അങ്ങനത്തെയാണ്, സമൂഹം അങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് സമൂഹം മൊത്തം അവരെ ഇതിലേക്ക് ഇങ്ങനെ. അല്ല, അങ്ങനെയല്ല, ഒരു ചിന്തകളൊക്കെ മാറുന്ന ടൈമല്ലേ, എല്ലാവരുടെ ചിന്തയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്. പിന്നെ മാതാപിതാക്കൾ നല്ല പങ്ക് വഹിക്കും. ഇല്ല, രക്ഷകർത്താക്കൾ പങ്ക് വഹിക്കണം എന്ന് പറയുമ്പോഴും സ്കൂളുകളിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം. കാരണം നമ്മുടെ കുട്ടികൾ കൂടുതലും അധ്യാപകരോടൊപ്പവും കുട്ടികളോടൊപ്പവുമാണ്. കുറച്ച് സമയം മാത്രമേ രക്ഷകർത്താക്കൾക്ക് കിട്ടുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണം കൊടുക്കാൻ സ്കൂളുകൾ കഴിയുന്നുണ്ടോ ഇപ്പോഴും? കഴിയുന്നില്ല എന്നുള്ളതാണ് അഭിപ്രായം. അല്ല, അതുകൊണ്ടാണല്ലോ കുട്ടികൾ ഇതിനോട് ഈ ലഹരിക്ക് അടിമപ്പെട്ട്. മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ രാവിലെ ഇറങ്ങി പോകുന്നത്. അപ്പം നമ്മൾ വൈകിട്ട് വരുന്നത് വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിൽ പഠിക്കുന്നതാണ് നമ്മൾ പുറത്ത് പോയിട്ട് കാണിക്കാം. അപ്പം സ്കൂളുകൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതറിഞ്ഞ് പെരുമാറും, പഠിപ്പിക്കണം. അതാണ് വേണ്ടത്. ഓരോ ദിവസവും കുട്ടികളെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ലഹരിയുടെ ഉപയോഗം. അതിപ്പോൾ മദ്യത്തിൻ്റെ ആയാലും അതല്ല മറ്റു ലഹരി പദാർത്ഥങ്ങളായാലും ഗവൺമെൻറ് തലത്തിൽ വലിയ ബോധവൽക്കരണമൊക്കെ നടക്കുന്നുമുണ്ട്. പക്ഷേ ഇത്തരം ബോധവൽക്കരണം ഇവരിലേക്ക് എത്തുന്നില്ല. പിടിക്കപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. അതിപ്പം ബാറുകളൊക്കെ സംബന്ധിച്ച് എല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്, അവരെന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവർ അതിന് അഡിക്റ്റ് ആവുന്നത്. അഡിക്റ്റ് ആവുന്നതല്ല, എല്ലാവരും കൺമുന്നിൽ തന്നെ ഉണ്ട്. ഒന്നിനും ഒരു ഇതില്ലല്ലോ, ഒരു മറയില്ലല്ലോ. അപ്പോൾ പിന്നെ ആർക്കും എന്തും ആവാലോ. ചോദ്യം ചെയ്യാൻ ചില ആൾക്കാരെ ചോദ്യം ചെയ്യുള്ളൂ. നിയമങ്ങൾ കർശനമാണ്. ഇപ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുള്ളപ്പോൾ തന്നെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ നിയമങ്ങളിൽ ഇനിയും മാറ്റം വരുത്തേണ്ടതുണ്ടോ? നിയമങ്ങളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വ്യക്തിപരമായിട്ട് നോക്കിയിട്ട് ഓരോരുത്തർക്ക് ഓരോരോ ഇതുണ്ടാവില്ലേ, ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നുള്ളത്. ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ. അതിന് നിയമത്തിനെ മറ്റുള്ളതിനൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും. അത് നമ്മളായിട്ടിരിക്കാൻ നോക്കുക. നമ്മൾ സ്വയം നിയന്ത്രിക്കാനാണ്. നമ്മൾ സ്വയം നോക്കിയാൽ മതി. നമ്മളല്ലേ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. എല്ലാവരും അവനവന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. സ്വയം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. എന്തോ സംസ്ഥാന തലത്തിൽ ലഹരിയുടെ ഉപയോഗം ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം എത്രയെന്ന് പറയാൻ പറ്റും. കുട്ടികളുടെ ഇടയിലാണ് കൂടുതലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസവും അനവധി കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പിടിക്കപ്പെടുമ്പോഴും കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? കുട്ടികൾക്ക് അനധികൃതമായിട്ട് പൈസ കയ്യിൽ വരുന്നു. രക്ഷിതാക്കൾ അവർ ശ്രദ്ധിക്കണില്ല, ശ്രദ്ധിക്കാൻ നേരമില്ല. അവർക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചെറിവുണ്ട്. വീട്ടിലിരിക്കുന്ന പൈസ അവർ കൊണ്ടുപോകണം, അത് ചോദ്യമില്ല. അവർക്ക് എന്താ മേടിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് മേടിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണോ അതിന്റെ ഉപയോഗം കൂടുന്നത്? തീർച്ചയായിട്ടും അവരെ അനാവശ്യമായിട്ട് പൈസ വരുന്നതാണ് ഈ ലഹരി ഉപയോഗം കൂടുന്നതിനുള്ള കാര്യം. സർക്കാർ തലത്തിൽ ഒരുപാട് ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ബോധവൽക്കരണം എങ്ങും എത്തുന്നില്ല. അത് കുട്ടികളുടെ ഇടയിൽ അല്ല, രക്ഷിതാക്കളുടെ ഇടയിലാണ് ഈ ബോധവൽക്കരണം എത്തേണ്ടത്. കുട്ടികളുടെ ഇടയിൽ എത്തിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനം അവർക്ക് കിട്ടുന്നില്ല. അഡിക്റ്റഡ് ആവുന്നു. അത് അവർ അതിന് പിന്നെ ഇന്ന് ഒരു 1000 രൂപയ്ക്ക് മേടിച്ചാൽ നാളെ 2000 രൂപയ്ക്ക് മേടിക്കാൻ അവർ താല്പര്യപ്പെടുന്നു. അതിനുള്ള പൈസ അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഇടയിൽ ഇത് വർദ്ധിച്ചു വരിക്കാനുള്ള സാഹചര്യം അവരെയാണ് കൂടുതലും ഇത് ബാധിക്കുന്നത്. സർക്കാർ ഒരുപാട് ബോധവൽക്കരണം നടത്തുന്നുണ്ട് സ്കൂളുകളിൽ കുട്ടികളുടെ ഇടയിൽ വർദ്ധിക്കാനുള്ള കാര്യം. സ്കൂളുകളുടെ ബോധവൽക്കരണം ശരിക്കും ഫലപ്രാപ്തി എത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? സ്കൂളിൽ എത്ര ബോധവൽക്കരിച്ചാലും വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്ന ദൂരമുണ്ടല്ലോ, അതെ, അതൊരിക്കലും സ്കൂളുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇതിനിടയ്ക്കാണ് ഇവർക്ക് ഇത് കാര്യങ്ങൾ ഇവരെ നിയന്ത്രിക്കുന്ന അല്ലെ ഇവരെ ഹൈജാക്ക് ചെയ്യുന്ന സംഘം പുറത്തുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അവരെ പിന്നാലെ കൂടിയിട്ട്
ഒരു പ്രാവശ്യം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല പിന്നെ അവരെങ്ങനെ മേടിക്കുമല്ലോ. പിന്നെ ഇവരെ കൂടെ ആവും. അതെ, പിന്നെ അവർ അതിന്റെ കാരിയേഴ്സ് ആവും കൂടും. ഒരുപാട് പേര് കുട്ടികളാണ് കാരിയേഴ്സ് ആയി മാറി. അപ്പൊ ഇതിന് എന്താണ് ഒരു പോംവഴി? പുതിയ തലമുറ മൊത്തം ഈ ലഹരിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് എത്തി അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ നശിപ്പിച്ചതിന്റെ കാര്യമില്ല. കാരണം കുട്ടികളുടെ കയ്യിൽ പൈസ അനാവശ്യമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. പ്രായോഗികമാണോ അത്? പ്രായോഗികമാണല്ലോ. നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ മതി. രക്ഷിതാക്കള് ഒരു പ്രാവശ്യം കൊടുത്തിട്ട് അവർ കക്കും. കൊലപാതകങ്ങൾ കണ്ടില്ലേ? സ്വന്തം അമ്മേനൊക്കെ തലക്കടിച്ചവരാണ്, അച്ഛനെ തലക്കടിച്ചവരാണ്. അത് മക്കൾ ചെയ്യണത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്, ഈ പൈസ കിട്ടണം. അത് ഏത് ഹീനമാർഗം അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതിനെന്താണ് നമുക്കൊരു സജഷൻ പറയാൻ പറ്റുമോ? ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു പൊതുജന സജഷനായിട്ട് പറയാൻ കഴിയുമോ? ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രക്ഷിതാക്കള് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിനൊരു പോംവഴി. ഗവൺമെന്റ് ശ്രദ്ധിച്ചാലും കാര്യമില്ല, സ്കൂളിലെ അധികൃതർ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഇവരുടെ കയ്യിൽ പൈസ വരരുത്, കുട്ടികളുടെ കയ്യിൽ പൈസ വരരുത്. പൈസ വന്നു കഴിഞ്ഞാൽ അവർ മേടിക്കും. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. എൻ്റെ അഭിപ്രായം അതാണ്. മെയിനായിട്ട് ഇത് തന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ എനിക്ക് 2 കുട്ടികളാണ്, 2 മക്കളാണ്. അവര് ഇതിലോട്ടും പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അല്ല, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവര് പോയില്ല. അപ്പൊ അവരുടെ മക്കള് ആയിട്ടുണ്ട്. അത് അവർ ശ്രദ്ധിക്കണം. അവര് പൈസ ഒരിക്കലും പോക്കറ്റിൽ വരും. എന്ത് വേണേലും മേടിച്ചു കൊടുക്കും. അവരുടെ ആവശ്യത്തിന് എന്ത് വേണേലും മേടിച്ചു കൊടുക്കും. അപ്പൊ അവരുടെ കാശ് കൈകാര്യം ചെയ്യുന്ന തരത്തിൽ വരാൻ പാടില്ല. അവർ സ്വന്തമായിട്ട് മെച്ചൂർ ആവുന്നത് വരെ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ കയ്യിൽ വന്നാലേ മാർഗങ്ങളിലോട്ട് പോവാൻ കൂടുതൽ ഫ്രീഡം കൊടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഞാൻ കണ്ടു കുറെ ആൾക്കാർ വന്ന്, ഒരാൾ വന്ന്, ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഒരാൾ വന്ന് അയാളുടെ കൂടെ കുറെ നേരം കെട്ടിപ്പിടിച്ചേക്കുന്നു. അടുത്ത ആൾ വന്നു, അപ്പൊ അയാൾ വിട്ട് വേറെ ആളുടെ പോയി. ഇപ്പൊ തന്നെ ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് വിട്ടിന് സംഭവം. അവരിവിടുന്ന് പോയി, ഇപ്പൊ തന്നെ പോയി. നിങ്ങൾ കണ്ടപ്പോഴാണ് പോയത്, ക്യാമറ കണ്ടപ്പോഴാണ് പോയത്. അതിപ്പോ കണ്ടതാണ്. ഒരാൾ ഇവിടെ കൂടെ നിൽക്കായിരുന്നു. ഞാൻ വെച്ചാൽ ലവേഴ്സ് ആയിരിക്കും, കുഴപ്പമില്ല, ആയിക്കോട്ടെ. അടുത്ത ആൾ പോയി, ഇതിലെ ഇറങ്ങിപ്പോയി അവിടെ കൊണ്ട് സ്വീകരിച്ചാണ് കൊണ്ടുവന്നു. എന്നിട്ട് 2 പേരും കൂടി വൈകുന്നേരം വരെ ഒത്തിരി ആൾക്കാരുണ്ടാവും. അത് അവരുടെ ഫ്രീഡം. അങ്ങനെ കുട്ടികൾ പോയാൽ നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ട സമയം കാരണന്മാർക്കുണ്ട്, രക്ഷിതാക്കൾക്ക്. അതില്ല ഇപ്പോൾ. കാരണം ഞങ്ങളുടെ കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ 9 മക്കൾ, എനിക്ക് 2 എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരെല്ലാം ശ്രദ്ധിക്കുന്നു. എനിക്ക് 2 കുട്ടികളായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ ഇപ്പോൾ രക്ഷിതാക്കൾക്ക് സമയമില്ല. രക്ഷിതാക്കളാണ് കാശുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. കാശ് ഞാനായിരിക്കും ഏറ്റവും വലുത്, എന്നുള്ള അഭിപ്രായം. അത് ശരിയല്ല. നമ്മൾ പൈസ ഇല്ലാത്തവരും പൈസ ഉള്ളവരൊക്കെ സുഖമായിട്ട്, ഏറ്റവും പൈസ ഇല്ലാത്ത ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. വളരെ മനസ്സമാധാനം. ഈ മനസ്സമാധാനം, കാശുണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവുന്നില്ല. അവർക്ക് കാശിലാക്കി ഞാനാണ് ഏറ്റവും വലുത്, ഈ സമൂഹത്തിൽ ഏറ്റവും വലുത് ഞാനെന്ന് വിചാരിച്ചാൽ ആ രീതിയിൽ ചിന്തിക്കുമല്ലോ. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ. ഞാനും ആ കാലത്ത് പൈസ ഉണ്ടാക്കാനൊക്കെ ഓടി നടന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. എങ്കിലും ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളൂ. അതുപോലെ ആവണം, എന്നെ പോലെ ആവണം. ഞാൻ നല്ല ആളായിട്ടല്ല പറയണത്. എല്ലാവരും ആവില്ലല്ലോ, അതെല്ലാം കുഴപ്പം. അത് രക്ഷിതാക്കൾ എന്നെ ഇപ്പോൾ അടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ 1000 രൂപ 1500 രൂപയ്ക്കാണ് ഒരു ദിവസത്തെ വേതനം കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ അവർ നേരെ പോണത് ബാറിലോട്ടോ അല്ലെങ്കിൽ അടുത്ത സ്വാഭാവികമായിട്ട് അവരുടേതായ സുഖം തേടി പോകുമ്പോൾ ഇതുപോലുള്ള മൂല്യച്യുതികളുണ്ടാവാം മക്കൾക്കും. അപ്പോൾ അച്ഛൻ്റെ നോട്ടം ഇല്ല, വന്നില്ല. അപ്പോൾ അവരുടേതായ രീതിക്ക് അവർ പോകുന്നു. നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ രക്ഷിതാക്കൾ തന്നെ വിചാരിക്കണം. സ്കൂളോ മറ്റുള്ള അധികൃതരോ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുമില്ല. പൈസ വരായിരുന്നു. അതാണെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നാൾക്ക് നാൾ. ഒത്തിരി ബോധവൽക്കരണ ക്യാമ്പയിൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒന്നും കാര്യമായിട്ട് ഏശുന്നില്ല. എന്താ കാര്യം അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എല്ലായിടത്തും ഇപ്പം നമ്മൾ വീട്ടിനടുത്തുള്ള ഒരു പെട്ടിക്കട ആയി പോയിരുന്നാലും കൊച്ചു കുട്ടികളായിരുന്നാലും ഒരു 10 വയസ്സിന് താഴെ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ആര് പോയിരുന്നാലും അവരുടെ അച്ഛന് വേണ്ടി അപ്പയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പം സിഗരറ്റ് അതുപോലത്തെ ഏത് സംഭവം വേണമെങ്കിലും ഏത് ലഹരി വസ്തു വേണമെങ്കിലും
അവർക്ക് വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ്. അവരുടെ വീട്ടിൽ ചിലപ്പോൾ പാരൻസ് അത് ഉപയോഗിക്കുന്നവരായിരിക്കും, അത് കണ്ട് വളരുന്നവരായിരിക്കും. അപ്പം അവരതിൽ നിന്ന് തന്നെ എടുത്തു വെച്ചിട്ട് അത് ഉപയോഗിക്കുന്നവരായിരിക്കും. കുഞ്ഞിലേ മുതൽ അവരിങ്ങനെ പേരൻസ് തന്നെ ഇതിനു വേണ്ടി അവർ നീ ഇത് പോയി വാങ്ങിച്ചിട്ട് വാ, അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ട് പാരൻസ് തന്നെ കടയിൽ പോയി വിടുമ്പോൾ അവരും വാങ്ങിച്ചു. പിന്നെ അവർക്കിത് പാരൻസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എൻ്റെ അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാം. മേ ബി അങ്ങനെ വരാം, വന്നുവിടാന്നില്ലല്ലോ. കാരണം പാരൻസ് ഉപയോഗിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നാലും ഒരു കല്യാണ വീട് എടുത്ത് വിടുന്നാലും അല്ലെങ്കിൽ ഒരു പാല് വെച്ച് വീടായിരുന്നാലും ഫാമിലി ഫംഗ്ഷൻസ് തന്നെ എന്ത് ഫംഗ്ഷൻ ആയിരുന്നാലും അവിടെ ഒരു കൂട്ടം ആൾക്കാർ മദ്യപാനം അതുപോലത്തെ കാര്യം ഒരുപാടല്ലെങ്കിലും മദ്യപാനം അല്ലെങ്കിൽ സിഗരറ്റ് അതൊക്കെ ഇപ്പോൾ കോമൺ ഫാക്ടറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്ന ഏത് ആഘോഷമായിരുന്നു, ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ പോട്ടെ ക്രിസ്മസ്, ബക്രീദ്, ഓണം, ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ ആയിരുന്നാലും, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു പാല് വെച്ച് നൂലിട്ട് ഒരു കൊച്ചു കുട്ടിയുടെ ഫംഗ്ഷൻ ആയിരുന്നാൽ പോലും അതിലെല്ലാം കുട്ടികൾ കാണാൻ തന്നെ പാരൻസ് ആയിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവരും കൂടെ പോയിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത് തോന്നും. ഇനി ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നില്ല, എൻ്റെ ഫാമിലി ആയിരുന്നാലും ബാക്കിയുള്ള ഫാമിലി ആയിരുന്നാലും എൻ്റെ പാരൻസ് പോലും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് തെറ്റല്ലെന്ന് അവർക്ക് തോന്നും. മാത്രമല്ല പറഞ്ഞ പോലെ അടുത്ത പെട്ടിക്കടകളിലൊക്കെ പോയി സാധനം ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അത് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഇത് വന്ന് ചോദിച്ചാൽ കൊടുക്കരുതെന്ന് ഒരു നിയമമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അടുത്തുള്ള വീട്ടുകളിൽ നിന്ന് പാരൻസ് വന്ന് ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിനടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലഹരി കൊടുക്കുന്ന ഒരുപാട് സ്കൂൾ തലം മുതലേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പേര് ലഹരിക്ക് അടിമയായിട്ടുണ്ട്. സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നാണ് ഒരുപാട് പേരുള്ളത്. അവരെന്താ പറയും, അവർക്ക് ഈസിയായിട്ട് കിട്ടുന്നുണ്ട്. ആ വേ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതായിട്ട് പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ അത് പ്രോപ്പറായിട്ടൊരു ആക്ഷൻ എടുക്കാത്തതായിരിക്കാം. സ്കൂളിൽ ഇതിനെതിരെ ബോധവൽക്കരണ ക്ലാസ് ഒരുപാടുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും ഇതിനേക്കാളും ഇതെന്ത് പറയും, ഇത് കിട്ടുന്നുണ്ട്. ബോധവൽക്കരണം ഒരു സൈഡിൽ നടന്നു വരുമ്പോഴും ഇതിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത് അവൈലബിൾ ആയതുകൊണ്ടാണല്ലോ അതെ, ഇത് ഒരുപാട് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് ആഗ്രഹിച്ചാൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, ധൈര്യമില്ല എന്ന് ചില കേസിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് ധൈര്യമില്ല, അപ്പം മദ്യപിച്ച് കഴിഞ്ഞാൽ ധൈര്യം വരും, അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ട് ഒരു സൈഡിൽ. അപ്പം ഒരു കുട്ടിയെടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ ലഹരി വേണം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ മാത്രമേ ആത്മവിശ്വാസം കിട്ടൂ, അങ്ങനെയൊക്കെ ഉപദേശത്തിൽ അവർ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കിട്ടുന്നത് ഭയങ്കര എളുപ്പമായതുകൊണ്ടും ഈ പാരൻസ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊരു തോട്ട് വരുന്നതുകൊണ്ടും ഇതൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റല്ല. അതുപോലെ തന്നെ ഈസി ആയിട്ട് അവർക്ക് കടയിൽ പോയി ചോദിച്ചാൽ എന്തിനെന്ന് അവർ ചോദിക്കാതെ എടുത്ത് കൊടുക്കുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഇത് കിട്ടുന്നത് എളുപ്പമല്ലേ. അപ്പോൾ എന്തായിരുന്നാലും ഈസി വേണം, എവിടെ കൂടെ ആയിരുന്നാലും അവർക്ക് കിട്ടും. അതുപോലെ തന്നെ കഞ്ചാവ് അതുപോലത്തെ ആയിരുന്നാലും അവർ എവിടെ കൂടെ ആയിരുന്നാലും അവർക്ക് ഓരോ സ്ഥലം ഇപ്പം നമുക്ക് കാണുന്നില്ലല്ലോ. നമ്മുടെ തന്നെ നാടുകളിൽ ചിലപ്പോൾ കാണാം, അതുപോലത്തെ ഹോൾസെയിൽ ഡീലേഴ്സൊക്കെ കാണാം, അറിയില്ലല്ലോ. അത് രഹസ്യമായിട്ട് വിദ്യാർത്ഥികൾ വഴി കൊടുക്കുന്നുണ്ടായിരിക്കാം. വിദ്യാർത്ഥികളാകുമ്പോൾ പോലീസ് അധികം ചോദ്യം ഒരുപാട് ഈ മേഖലയിൽ ഒരുപാട് പേര് ഇതിന്റെ കാരിയേഴ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. അത് തന്നെ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ശ്രദ്ധിക്കില്ല എന്നൊരു ഇത് വരുമ്പോഴത്തേക്കും അവരെ തന്നെ കാരിയറായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഈസി ആയിട്ട് കിട്ടും. അപ്പം അവർക്ക് പറഞ്ഞ പോലെ ആത്മവിശ്വാസം, അതുപോലെ പാരൻസിൻ്റെ കാര്യം, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഇത് ഈസി ഫാക്ടറാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് അവർക്ക് കുഞ്ഞുനാൾ മുതലേ തോന്നി വരുമ്പോൾ അത് ഉപയോഗിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഈ പോലീസ് ഇനി ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഇത് ഇനിയിപ്പോൾ വരുന്ന പുതിയ തലമുറയെങ്കിലും ഇതിൽ നിന്ന് എടുക്കാതിരിക്കും, പുതിയ തലമുറയെങ്കിലും ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു ക്യാമ്പയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കൊച്ചു കുട്ടികൾ മുതൽ ഏകദേശം 18 വയസ്സാകുമ്പോൾ തന്നെ ലഹരിയുടെ ഇതിൽ അഡിക്റ്റ് ആയിട്ട് ജയിലിൽ കഞ്ചാവ് ഒരുപാട് നമ്മൾ പത്രങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. ഒരുപാട് പേര് കഞ്ചാവ് കേസിലൊക്കെ പ്രതിയായിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന് വേണ്ടത്ര നടപടി എടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഫാമിലി ആയിരുന്നാലും ഒരു കഴിവതും കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇതേപോലെ ലഹരി ഉപയോഗിക്കുന്നത് അതുപോലത്തെ കാര്യങ്ങൾ ഒരു മാക്സിമം കുഞ്ഞു കുട്ടികളെ അവർ കുഞ്ഞിനെ മുതലേ കണ്ടുവരുമ്പോൾ ഒരു പാരൻസ് തന്നെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കുഴപ്പമില്ല, അങ്ങനെ ആയിപ്പോകും. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ അവർക്ക് പാരൻസ് തന്നെ അവരെന്ത് പറയണം, വേണ്ട പാരൻസ് അവരെ മുമ്പിൽ നിന്ന് കഴിവതും ലഹരി വസ്തുക്കൾ മക്കളെ മുമ്പിൽ ശ്രമിക്കണം. അതുപോലെ
അതുപോലെ തന്നെ ഈ കൊച്ചു കുട്ടികളൊന്നും ഇതുപോലത്തെ ലഹരി വസ്തു വാങ്ങിക്കാൻ കടയിൽ പറഞ്ഞു വിടാൻ പാടില്ല. ഷോപ്സിൽ അല്ലെങ്കിൽ എവിടെയായിരുന്നാലും, പെട്ടിക്കടയായിരുന്നാലും ശരി, വീടിനടുത്തുള്ള കടയായിരുന്നാലും ശരി, കൊച്ചു കുട്ടികൾ ഇതിനൊന്നും പറഞ്ഞു വിടാൻ പാടില്ല. കാരണം അവർ പിന്നെ പോയി പിന്നെ കടക്കാരനും അറിയുന്നില്ല, അച്ഛന് വേണ്ടി എന്ന് പറയും. പിന്നെ അറിയാമോ അത് അച്ഛന് വേണ്ടിയാണോ, സ്വന്തമായിട്ട് വാങ്ങുന്നതാണോ എന്ന് പോലും അച്ഛന് വേണ്ടി വാങ്ങും, പിന്നെ സ്വന്തമായിട്ട് വാങ്ങും. ആർക്കും ഒരു സമയം കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് വാങ്ങും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പാരൻസിന് പോലും അവർ ഇതാക്കാൻ പറ്റില്ല, നിർത്താൻ പറ്റാത്തതിൽ അത്രയ്ക്ക് അഡിക്റ്റ് ആയിപ്പോവും. അത് പറഞ്ഞ പോലെ ഒരുപാട് കൊല, അതുപോലത്തെ ഒരുപാട് കിട്ടാതിരിക്കുമ്പോൾ അമ്മയെ അടിക്കുക, പൈസ കൊടുക്കാൻ വേണ്ടി ഒരുപാട് ഉപദ്രവങ്ങൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ഓൺലൈൻ വഴി സെർച്ച് ചെയ്താലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ നോക്കിയാലും ഒരുപാടെണ്ണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് തുടക്കം എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ നിന്നായിരിക്കാം. ഒരുപാട് മോസ്റ്റ് ഓഫ് ദ കേസ് എടുത്ത് നോക്കിയാലും ഫാമിലി മെമ്പേഴ്സിൻ്റെ നിന്ന് കണ്ടുവരുന്നതായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ പോകുമ്പോൾ ചിലവരായിരുന്നാലും, ചുരുക്കം ചിലവരായിരുന്നാലും മദ്യപിക്കാറുണ്ട് ഫാമിലി. അപ്പോൾ അതൊക്കെ കണ്ട് കൊച്ചു കുട്ടികളിലല്ലേ. അല്ല, അവരിപ്പോൾ താൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ കുടുംബത്തിലെ ആഘോഷങ്ങൾ, ഇപ്പോൾ ഓണം, ക്രിസ്മസ് പോലുള്ള അല്ലെങ്കിൽ ന്യൂ ഇയർ പോലുള്ള സമയങ്ങളിൽ ഈ കുടുംബത്തിനകത്ത് തന്നെയുള്ള ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളിൽ നിന്നാണ് കുട്ടികളിത് കണ്ടു വളരുന്നതെന്നുള്ളതൊരു വലിയൊരു ഫാക്റ്റാണ്. അപ്പോൾ അതിനാണ് ആദ്യം ഈ ബോധവൽക്കരണ ക്യാമ്പയിനിലൊന്നും ഇത് ശരിക്കും പറഞ്ഞു കേൾക്കുന്നില്ല അല്ലേ? ഇത്തരം ഫാക്റ്റ് പറഞ്ഞു കേൾക്കുന്നില്ല. അവരിങ്ങനെ അത് ഉപയോഗിക്കാൻ പാടില്ല, അപകടകരമാണ്, അതാണ് അതിൻ്റെ വേരിയസ്, അതിൻ്റെ പുതിയ കണ്ടെത്തലുകൾ ഇതൊക്കെ കൊണ്ടുവരുന്നെങ്കിലും നിസ്സാരമായി പരിഹരിക്കപ്പെടേണ്ട. അപ്പം ഇയാൾ പറഞ്ഞ പോലെ നിസ്സാരമായ കേസുകൾ, അശ്രദ്ധ എല്ലാവരുടെ ഉണ്ട്. അതാണ് ശരിക്കുമുള്ള കാര്യം. കാരണം കുഞ്ഞുനാളിൽ മുതലേ അവർ ഫാമിലി ഫംഗ്ഷന് പോയിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷത്തിന് പോയിരുന്നാലും ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം റിലേറ്റീവ്സ് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് മദ്യപിക്കുന്നു, അവരവിടെ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ കാണുകയല്ലേ. അപ്പോൾ കണ്ടു വളരുമ്പോൾ നമുക്ക് ഒരു സമയം എത്തുമ്പോൾ ഇത് ചെയ്യാം എന്നൊരു തോന്നൽ, ഈ സമയമാകുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നൊരു തോന്നൽ അവർക്ക് വരാം. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ അവരുടെ മനസ്സ് ഒരു ദുർബലമായ മനസ്സാണ്. ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നൊരു തോന്നൽ ചിലപ്പോൾ പലർക്കും വരാം, കാണാറുണ്ടല്ലോ. അപ്പോൾ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ വരുമ്പോഴത്തേക്കും വർദ്ധിക്കാറാവും. എന്താ പറയണ ഇയാളെന്ത് പറയുന്നു? ഇതിലെന്ത് മാറ്റങ്ങൾ നമുക്ക് സമൂഹ മനസ്സാക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, പുതിയ തലമുറയെ രക്ഷിക്കാൻ എന്ത് നിർദ്ദേശങ്ങളാണ് നമുക്ക് വെക്കാനുള്ളത്? ചെയ്യുന്നവര് നമ്മുടെ ഓരോ ബോധവൽക്കരണ ക്ലാസ് വഴി മാറിയാൽ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ മാറുന്നില്ലല്ലോ. നേരത്തെ ഇയാൾ പറഞ്ഞതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ കുട്ടികൾ 50 കുട്ടികളെ ഇരുത്തി ഒരാൾ ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല. അയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നേരത്തെ ഇദ്ദേഹം പറഞ്ഞത്. കുടുംബത്തിലാണ് ബോധവൽക്കരണം വേണ്ടത്. നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ വേറൊരാൾ പറഞ്ഞു കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് മുമ്പേ രക്ഷകർത്താക്കളെയാണ് ആദ്യം ബോധവൽക്കരിക്കേണ്ടത്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അത്തരം ബോധവൽക്കരണം വരാത്തത് കൊണ്ടാണ് ശരിക്കും ഈ കുട്ടികളിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരെപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ 1 മണിക്കൂർ ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ അച്ഛനും അമ്മാവനും അമ്മയുമൊക്കെ പല സ്ഥലത്തും സ്ത്രീകൾ മദ്യപിക്കുന്ന സാഹചര്യങ്ങൾ വരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരം ബോധവൽക്കരണങ്ങൾ കൊണ്ട് എന്താണ് ഗുണം? അതന്നെ, ഫാമിലി തന്നെ കാണുമ്പോൾ ഇതൊന്നും ചെയ്യുന്ന തെറ്റല്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാം, ആരും 18 വയസ്സ് കഴിഞ്ഞ് ആർക്കായിരുന്നാലും ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുന്ന ഒരു തെറ്റുമല്ല എന്നൊക്കെ ഇപ്പം ഈസി വേയിൽ കൂടെ കിട്ടുമ്പം നമുക്ക് എന്താണോ എളുപ്പത്തിൽ കിട്ടുന്നത് അപ്പം നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പാരൻസ് തന്നെ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർ തന്നെ അവർ സ്വന്തമായിട്ട് പാരൻസ് ചെയ്തിട്ടും അവർ നിങ്ങളിത് ചെയ്യരുതെന്ന് പറയുമ്പം അത് പാരൻസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്ത് ഞങ്ങൾക്ക് ചെയ്താൽ എന്നൊരു തോന്നൽ അവർക്ക് വരാം. പാരൻസിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു അച്ഛനൊരു മകനെ വിളിച്ചിട്ട് ഇതുപോലെ മകനെ ഇത് ഉപയോഗിക്കുന്നു, അച്ഛനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അച്ഛൻ എനിക്ക് ഉപയോഗിച്ചില്ല, അച്ഛനും പറഞ്ഞിട്ട് അച്ഛനത് കേട്ടിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം തോന്നാം. കുട്ടികളല്ലേ, കുട്ടികളായിരുന്നാലും ശരി, കുട്ടികളാണല്ലോ മുതിർന്നവരാകുന്നത്. കുട്ടികളിൽ നിന്നാണ് പുതിയ തലമുറ സൃഷ്ടിക്കപ്പെടുന്നത്. കുട്ടികളിൽ നിന്ന് ഇത് ഒഴിവാക്കിക്കൊണ്ട് പോകണം. ചെറുപ്രായത്തിലെ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം വീട്ടിൽ നിന്നുണ്ടാകണം. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം അല്ലേ? വീട്ടുകാർക്ക് കഴിവതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ആദ്യം കുട്ടികളുടെ മുമ്പിൽ വെച്ച്, പിന്നെ അവർ കുട്ടികളുടെ മുമ്പിലെന്ന് വെച്ചല്ല, അവരും കഴിവതും ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അതെന്തിനാ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അത് അവർക്ക്
സന്തോഷത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്നെ കുട്ടികളെ മാറ്റി നിർത്തി കുട്ടികളുടെ അടുത്ത് നിന്ന് മാറി അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാം. കുട്ടികളെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങി സിഗരറ്റ് അതുപോലത്തെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കുട്ടികളെ കഴിവതും ഒഴിവാക്കണം. ഇപ്പം വീടിനടുത്തുള്ള കടയാണ്, അപ്പോൾ കുഴപ്പമില്ല, നീ പോയി ഇത് വാങ്ങിച്ചിട്ട് വാ. എന്നിട്ട് കുട്ടികളെ പറഞ്ഞു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇതേപോലെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ടും. എനിക്ക് ലഹരി വിമുക്ത ക്ലാസ് തന്നിട്ടുള്ള സമയത്ത് അവിടുത്തെ സാറൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ കുട്ടികൾ സ്വന്തമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം അവർ വാങ്ങി വീട്ടിൽ കൊടുക്കും. അത് കഴിയുമ്പോൾ അവരിത് എന്താണെന്ന് പരീക്ഷിക്കും. ഉറപ്പല്ലേ? മാത്രമല്ല ഈ വലിയവർ ഉപയോഗിക്കുക, അവർക്ക് ബോധം പോകുമ്പോൾ കുട്ടികളെ പ്രേരിപ്പിക്കും ഉപയോഗിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നുണ്ട്. ആദ്യം ഉപയോഗിക്കുന്നതിന് അവർക്കൊരു സുഖം തോന്നി അവർക്ക് ഇതിലോട്ട് തന്നെ മദ്യമൊക്കെ ചിലവർ കുട്ടികൾക്ക് വെറും ഒരു രസത്തിന് വേണ്ടിയിട്ട് ചിലവർ കുട്ടികൾക്ക് കൊടുക്കുന്നവരുണ്ട്. വലിയ അപകടമാണ്. കൊടുത്ത് വരുമ്പോൾ അവർക്കത് പിന്നെ അവർ അഡിക്റ്റ് ആവും. കുഴപ്പമില്ല, അച്ഛൻ തന്നെ എനിക്ക് തന്നില്ല, അല്ലെങ്കിൽ പപ്പ അമ്മാവൻ തന്നെ പാരൻസ് തന്നെ ഫാമിലി മെമ്പേഴ്സിന് ഫ്രണ്ട്സ് തന്നെ ഇങ്ങനെ തരുന്നില്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കഴിവതും ചില ഫ്രണ്ട്സ് ഇങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര രസമാണ്, അതുപോലെ നീ ഉപയോഗിക്കുക, ധൈര്യം കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നല്ല. പക്ഷെ 100ൽ 98% എടുത്തപ്പോൾ ബാക്കി 2% ഉണ്ടല്ലോ, ആ 2% അവർ ഇങ്ങനെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവർ കാണും. അപ്പം അതുപോലെയുള്ള കൂട്ടുകെട്ടിന്ന് കുറച്ച് ഫുള്ളായിട്ട് ഒഴിവാവേണ്ട. ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ മാത്രം കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവർ പറയുന്ന അവരെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അവരെ തന്നെ നമുക്ക് വേണമെങ്കിൽ തിരുത്താൻ ശ്രമിക്കാം. ലഹരിക്കെതിരെ ബോധവൽക്കരണവും ശിക്ഷാ നടപടികളും ഏറുമ്പോഴും പരിഹാരം കാണുന്നില്ല. വീട്ടിൽ നിന്ന് നടപടികൾ തുടങ്ങണമെന്ന് ഏറെപ്പേർ. ഇനിയും തുടരട്ടെ നടപടികൾ. ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അബൂബക്കർ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.